നമസ്കാരം. മാർച്ച് 6 നാഷണൽ ഡെന്റിസ്റ്റ് ഡേ ആണ്. ഈ 2024 നമ്മൾ ഡെന്റിസ്ട്രിയിൽ എത്തി നിൽക്കുമ്പോൾ സർ എന്തൊക്കെയാണ് ഈ ഡെന്റിസ്ട്രി മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്? അതെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ദിവസം നാഷണൽ ഡെന്റിസ്റ്റ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. എല്ലാ വർഷവും മാർച്ച് 6 എന്ന് പറയുന്നത് ഈ ഒരു ഡെന്റിസ്റ്റിനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള, ഡെന്റിസ്റ്റിൻ്റെ സേവനങ്ങളെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഈ 2024 എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടത്തെ ആ ഒരു ഇപ്പോൾ എക്സ്റേയുടെ രീതിയാണ്, അതായത് ഇമേജിങ്ങിൻ്റെ ടെക്നിക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡിറ്റക്ഷൻ, ഇമേജിങ് പോലെയുള്ള മറ്റ് ഡയഗ്നോസ്റ്റിക് രീതികളാണെന്നുണ്ടെങ്കിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മാറ്റം, അല്ലെങ്കിൽ വിപ്ലവകരമായൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ലുകൾ വെക്കുന്ന സമയത്ത് പല്ലിൻ്റെയൊക്കെ ആ ഒരു മെഷർമെൻ്റ് എടുക്കുക എന്ന് പറയുന്നത്, അളവ് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ അതിപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒരു പ്രത്യേകതരം പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇംപ്രഷൻസ് എന്ന് പറയാറുണ്ട്. അതായത് അതിൻ്റെ ഒരു മുദ്ര ഉണ്ടാക്കുക, അളവെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്കാനേഴ്സ് ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻസൊക്കെ ഉള്ള സിറോക്സ് ചെയ്യുന്ന ബോട്ട് തന്നെ നമുക്ക് ഇൻട്രാ ഓറൽ സ്കാനേഴ്സ് എന്ന് പറയും. നമുക്ക് രണ്ട് രീതിയിലുള്ള സ്കാനേഴ്സ് ഉണ്ട് പ്രധാനമായിട്ട്. എക്സ്ട്രാ ഓറൽ സ്കാനേഴ്സ് ഉണ്ട്. എക്സ്ട്രാ ഓറൽ സ്കാനേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് മുഖത്തിൻ്റെ അല്ലെങ്കിൽ പുറമേക്കുള്ള, വായുടെ പുറമേക്കുള്ള ഭാഗങ്ങളുടെ ഏരിയയുടെ കൂടി കൃത്യമായിട്ടുള്ള അളവെടുക്കാൻ കഴിയുന്നതിനെയാണ് എക്സ്ട്രാ ഓറൽ എന്ന് പറയുന്നത്. ഇൻട്രാ ഓറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ വായുടെ അകത്തുള്ള സ്ട്രക്ചേഴ്സിൻ്റെ സ്കാനിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒരു അളവെടുത്തിട്ട് പല്ലൊക്കെ വെക്കാനായിട്ട് ചിലപ്പോൾ ഒരു ലാബിലൊക്കെ വിടാനായിട്ട് അതിൻ്റെ മോഡൽ ഉണ്ടാക്കണം. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ആ ഒരു ഡിലേ എന്ന് പറഞ്ഞാൽ ഇപ്പം മാറ്റിയിട്ട് നമുക്ക് റിയൽ ടൈം തന്നെ ഇത് ലാബിലോട്ട് സോഫ്റ്റ്വെയർ വഴി അയക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു 10 മണിക്കൊരു അളവെടുക്കുകയാണെങ്കിൽ നമുക്ക് 10 അല്ലെങ്കിൽ ഒരു 10:15 അത് റിയൽ ടൈമിൽ ലോകത്തുള്ള ഏത് ലാബിലോട്ട് വേണമെങ്കിലും അത് അയക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തീർച്ചയായിട്ടും ലേസേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ റോബോട്ടിക് ഡെന്റിസ്ട്രിയൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ലേസേഴ്സ് ഉണ്ട്, ഇംപ്ലാൻസ് ഉണ്ട്, പീസോ സർജറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും, അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഡെന്റിസ്ട്രിയുടെ തന്നെ ഒരു 9ഓളം ശാഖകളുണ്ട്. അപ്പോൾ ഓരോ ശാഖകൾ എടുത്ത് നോക്കിയാലും തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് ഈ ഒരു 2024 എത്തി നിൽക്കുമ്പോൾ ഈ ഒരു ഫീൽഡ് കടന്നു പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഇത്രയും അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് സാർ പറഞ്ഞു. ഈ പെയിൻ ഫ്രീ ഡെന്റിസ്ട്രി എന്ന് നമ്മൾ പലയിടത്തും കാണാറുണ്ട്. അപ്പോൾ ആക്ച്വലി പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ റൂട്ട് കനാലായാലും എന്തായാലും പെയിൻ ഒരു ഭയങ്കര സംഭവമാണ്. പെയിൻ കാരണം തന്നെ നമ്മൾ ഡെന്റിസ്റ്റിനെ കാണാൻ പോകാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഈ പെയിൻ ഫ്രീ ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് ആക്ച്വലി പോസിബിൾ ആണോ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പേര് കേൾക്കുമ്പോൾ, അതായത് നമ്മുടെ പെയിൻ ഫ്രീ ഡെന്റിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയല്ല, ഒരു കൺഫ്യൂഷനുണ്ട് ചില ആൾക്കാർക്ക്. ശരിക്കും പെയിൻ ഫ്രീ തന്നെയാണോ എന്നുള്ളത്, വെറും ഒരു പരസ്യവാചകം മാത്രമാണെന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് പെയിൻ ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് ഒരുപാട് രീതികളുണ്ടെന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പ്രധാനമായിട്ട് നമുക്ക് വേദനയ്ക്ക് ഉണ്ടാകുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഭയം അതിനെ കുറച്ചുകൂടി ഒന്ന് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒന്ന് ടെൻഷനായിട്ട് ആൻസൈറ്റിയോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു പ്രിക്ക് കിട്ടുമ്പോൾ തന്നെ അത് വലിയൊരു വേദനയായിട്ട് പെർസീവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ മാസ്ക് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സിദ്ധാന്തം തന്നെയുണ്ട്. നമ്മുടെ ഗേറ്റ് കൺട്രോൾ തിയറി ഓഫ് പെയിൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ നോക്കുമ്പോൾ 2 ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയ റിസപ്റ്ററിനകത്തോട്ടാണ് കൂടുതലായിട്ട് സ്റ്റിമുലസ് വരുന്നുണ്ടെങ്കിൽ ചെറിയ ആ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ സെൻസേഷൻ ചിലപ്പോൾ നമ്മുടെ ബോഡി ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ വേദനയൊക്കെ വരുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ ബാമൊക്കെ പുരട്ടുന്നതുണ്ട്. ബാമിനകത്തുള്ള കണ്ടൻറ്റ് പെയിൻ കുറയ്ക്കുന്നതിനൊപ്പം തന്നെ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രഷർ എടുത്തുകൊണ്ട്, ഇപ്പോൾ തലവേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രഷർ എടുത്തുകൊണ്ട് അവിടെ നമ്മൾ ആ ഒരു ഡീപ്പായിട്ടുള്ള ഒരു സെൻസേഷൻ അവിടെ ഒന്ന് അമർത്തി തിരുമാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡീപ്പായിട്ടുള്ളൊരു ടച്ചിൻ്റെ ഒരു സെൻസേഷൻ വരുമ്പോൾ പെയിനേക്കാളും കുറച്ചുകൂടെ വലിയ റിസപ്റ്റേഴ്സിലോട്ട് അപ്പോൾ ബോഡിയുടെ ഒരു ശ്രദ്ധയെന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് പോകും. അതായത് സെയിം പ്രിൻസിപ്പിൾ തന്നെ കൊടുത്തുകൊണ്ട് നമുക്ക് 2 പോയിൻ്റ് ടാക്റ്റൈൽ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. ടാക്റ്റൈൽ ഡിസ്ക്രിമിനേഷൻ വെച്ചുകൊണ്ട് നമുക്കൊരു ആ ഒരു ചില പ്രത്യേക പോയിന്റിൽ നമ്മൾ ആ ഒരു പ്രഷർ കൊടുത്തുകൊണ്ട് നമ്മൾ അനസ്തീഷ്യ, ലോക്കൽ അനസ്തീഷ്യ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഗേറ്റ് കൺട്രോൾ തിയറി ഉപയോഗിച്ചുകൊണ്ട് അത് വ്യതിചലനം സംഭവിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പെയിനെ മാസ്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരുപാട് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഈ അടുത്ത പ്രൊസീജിയറിൻ്റെ ആ ഒരു ചെറിയൊരു പ്രിക്കാണെങ്കിൽ തന്നെയും ഈ ഒരു അതിനെ കാണുമ്പോൾ ആ ഒരു നമ്മുടെ ഇഞ്ചക്ഷൻ നീഡിൽ കാണുമ്പോൾ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയാറുണ്ട്. അതായത് ബോധമയക്കം. നമ്മൾ സാധാരണയുള്ള സെഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അബോധാവസ്ഥയിലോട്ട് പോവുകയാണ്. ഈ ബോധമയക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ലാഫിംഗ് ഗ്യാസ്, നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡെൻ്റൽ ചെയറിൽ വെച്ച് തന്നെ
രോഗിയെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മളൊരു മാസ്ക് വെച്ചിട്ട് ഈ ഒരു നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് നമ്മൾ ശ്വസിക്കുമ്പോഴത്തേനും ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാവുകയും ആ ഒരു ടൈം ലിമിറ്റിൽ നമുക്ക് പ്രൊസീജിയേഴ്സ് എത്ര നേരമാണോ നിങ്ങൾക്ക് ആ പ്രൊസീജിയർ വേണ്ടത് ആ ഒരു സമയം വരെയും ഈ ഒരു പേഷ്യൻ്റ് മയങ്ങുന്നുണ്ട് പക്ഷേ ബോധത്തിലായിരിക്കും. അതാണ് കോൺഷ്യസ് ആണെന്ന് പറയുന്നത്. കോൺഷ്യസ് ആയിരിക്കും പക്ഷേ സെഡേറ്റഡ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ പ്രൊസീജിയർ കഴിയുമ്പോഴത്തേക്കും ഇതിനെ തന്നെ വീണ്ടും നമുക്ക് പതുക്കെ നോർമലായിട്ടുള്ള ഒരു ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ ആയിരിക്കും. ഒരു ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പേഷ്യൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ആ പാട്ടിലോട്ടായിരിക്കും. പക്ഷേ നമ്മൾ എന്താണ് ചുറ്റും നടക്കുന്നുള്ളതിനെ പറ്റി ആ ഒരു അവയർനെസ് ഉണ്ടാവില്ല. പക്ഷേ ആളുടെ ബോധം പോയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നോർമലി ഉള്ള അനസ്തീഷ്യയുടെ ഒരു പോസ്റ്റ് സെഡേറ്റീവ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ ടെക്നിക്കാണെന്നുണ്ടെങ്കിലും ജെറ്റ് ഇഞ്ചക്ഷൻസ് ഒക്കെ ഒരുപാട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജെറ്റ് ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന ആ ഒരു നീഡിൽ മാറ്റിയിട്ട് നമ്മൾ കാർട്രിഡ്ജാണ് വളരെ ഫൈൻ ആയിട്ടുള്ള നീഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷനിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ലിഗ്നോക്കൈൻ എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആർട്ടിക്കൈൻ എന്ന് പറയുന്നത് ബുപ്പിവാക്കൈൻ പോലെയുള്ള ഡ്രഗുകളുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ലോങ് ആക്ടിങ് ആയിട്ടുള്ള ഈ പറഞ്ഞ അനസ്തെറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ടെക്നോളജീസ് എല്ലാം കൂടി കൃത്യമായിട്ടുള്ള രീതിയിൽ ആവശ്യമുള്ള സമയത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെയിൻ ഫ്രീ എന്ന് പറയുന്ന ആ ഒരു വേർഡ് വളരെ സത്യമായിട്ടുള്ള ഒരു വേർഡ് തന്നെയാണെന്നുള്ളതാണ്. സർ അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് യങ്ങർ ഏജിലേക്ക് വരുമ്പോൾ തന്നെ പല്ലുകളുടെ ആരോഗ്യം ക്ഷയിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് പണ്ടുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ യങ്ങർ ഏജിലെ ആൾക്കാരുടെ പല്ലുകൾ ആടുകയും പല്ലിന് ബലക്ഷയം സംഭവിക്കുകയും കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് ആക്ച്വലി ദന്തശുചിത്വം മാത്രമാണോ കാരണം, അതോ സ്ട്രെസ്സ്, ജീവിത സാഹചര്യങ്ങൾ, ലൈഫ് സ്റ്റൈല്, അങ്ങനെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടോ? അത് നല്ലൊരു ചോദ്യം തന്നെയാണ്. പല ആൾക്കാരുടെയും നെഗ്ലക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ അവഗണന കൊണ്ട് അവരുടെ യങ്ങർ ഏജിൽ തന്നെ ഒരു ചെറുപ്പക്കാർക്ക് തന്നെ പല്ലുകൾ നേരത്തെ കാലേ കൂട്ടി, അതായത് ഒരു അകാല വാർദ്ധക്യം എന്നൊക്കെ പറയുന്ന പോലെ എയർലി ആയിട്ട് തന്നെ ഒരു പ്രിമച്വർ ആയിട്ടുള്ള ഏജിങ് വരാറുണ്ട്. നമുക്ക് ആ സ്ട്രെസ്സ് കൂടെ നമുക്കറിയാം. നമ്മുടെ ഒരു ജോലിയുടെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെ അല്ലെങ്കിൽ ഒരുപാട് പിരിമുറുക്കത്തിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഈ സ്ട്രെസ്സ് കാരണം ഉണ്ടാകുന്ന ചില വസ്തുക്കൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വായിലെ പ്രത്യേകിച്ച് മോണയിലെ കോശങ്ങളെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ഘടകങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള പ്രിമച്വർ ഏജിങ് കാരണമുള്ള മറ്റ് പല കാര്യങ്ങളിലോട്ട് നയിക്കാറുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില നമ്മുടെ ജീവിതശൈലിയിൽ വന്ന വ്യത്യാസം, ഇവൻ നമുക്ക് ഈ ഒബിസിറ്റി എന്ന് പറയുക അല്ലെങ്കിൽ ദുർമേധസ്, പൊണ്ണത്തടി എന്ന് പറയുന്നതും അപ്പം പലർക്കും അറിയാത്തൊരു കാര്യമാണ്. പൊണ്ണത്തടിയുള്ള ആൾക്കാർക്കും ഇതുപോലെ വായിലെ പ്രശ്നങ്ങൾ കൂടാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ അവിടെ തെളിയിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഒബിസിറ്റി ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഈ മോണരോഗങ്ങൾ വരുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം അതോടൊപ്പം തന്നെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ മറ്റ് ചില അസുഖങ്ങൾ തന്നെ, ഇപ്പോൾ റെസ്പിറേറ്ററി ആയിട്ടുള്ള ചില അസുഖങ്ങൾ, ഇപ്പോൾ COPD പോലെയുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരൊക്കെ തന്നെയും അവർക്കൊക്കെ തന്നെ ഈ ഒരു മോണരോഗത്തിനുള്ള സാധ്യത കൂടുതലായിട്ട് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ മാനസിക സമ്മർദ്ദത്തിനെ അഡ്രസ്സ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. മെൻ്റൽ ഹെൽത്ത് നന്നായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ ഹെൽത്ത് നന്നായിട്ടിരിക്കും. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് ഓറൽ ഹെൽത്ത്. അപ്പോൾ ഓറൽ ഹെൽത്തും ജനറൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും തമ്മിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന മോഡിഫിക്കേഷൻസ് നമ്മുടെ ഡെൻ്റൽ ഡിസീസസും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അടുത്ത ചോദ്യം പാൽപ്പല്ലുകളെ കുറിച്ചാണ്. അപ്പോൾ പാൽപ്പല്ലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ലീസ്റ്റായിട്ട് കെയർ ചെയ്യുന്ന ഒരു സംഭവമാണ് കുട്ടികൾ. കാരണം ഇത് എന്തായാലും കൊഴിഞ്ഞു പോകാനുള്ളതാണ്, അടുത്ത പല്ലുകൾ വരാനുള്ളത്. പക്ഷേ റീസെൻ്റ്ലി നമുക്ക് മനസ്സിലാവുന്നുണ്ട് പാൽപ്പല്ലുകളുടെ സംരക്ഷണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ പാൽപ്പല്ലുകളെ സംരക്ഷിക്കേണ്ടത് അടുത്ത വരാൻ പോകുന്ന ശരിക്കുള്ള ഒറിജിനൽ പല്ലുകളുടെ ആരോഗ്യത്തിലേക്കാണോ, അതോ ഇത് കൊഴിഞ്ഞു പോകുന്നത് വരെ ഇതിനെ ആരോഗ്യത്തോടെ നിലനിർത്താൻ വേണ്ടിയാണോ? എന്താണ് ഇതിൻ്റെ ഒരു ആക്ച്വൽ ഒബ്ജക്റ്റീവ്? കുട്ടികളുടെ ഈ പല്ല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാൽപ്പല്ലുകളെന്ന് പറയുന്നത് പലപ്പോഴും ഒക്കെ ഒരു നെഗ്ലക്റ്റ് ഇപ്പോഴും ഒക്കെ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ചോദ്യത്തിൻ്റെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും പാൽപ്പല്ലുകൾ നമ്മൾ സംരക്ഷിച്ച് വെക്കേണ്ട പാൽപ്പല്ലുകളുടെ ആരോഗ്യത്തെക്കാൾ ഉപരി പിന്നീട് വരാനുള്ള ഒരു സ്ഥിരമായിട്ട് വരാനുള്ള പെർമനൻ്റ് ടീത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ
പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ പാൽപ്പല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ പെർമനൻ്റ് ആയിട്ടുള്ള വരുന്ന പല്ലുകൾ ആ സ്പേസിലോട്ട് കുറച്ചുകൂടി തള്ളി വരാനായിട്ടും അത് പിന്നീട് ദന്ത ക്രമീകരണ വൈകല്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വരാനുള്ള പല്ലുകൾ കുറച്ചുകൂടി അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ വളരെ ഒരു ഡീ അറേഞ്ച്ഡ് ആയിട്ട് വരാനൊക്കെ കാരണമാവും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഥവാ നമുക്ക് ഒരു നിവൃത്തിയില്ലാതെ പാൽപ്പല്ലുകൾ എടുത്ത് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറഞ്ഞൊരു ഉപകരണം വെച്ചിട്ട് ഇനി വരാനുള്ള സ്ഥിരമായിട്ട് വരുന്ന പല്ലുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് അവിടെ ആ ഒരു സ്പേസ് അവിടെ നിലനിർത്താനുള്ള ഉപകരണങ്ങൾ ധരിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ്സ് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 വയസ്സിന് ശേഷമുള്ള കുട്ടികളിൽ വിരലൂറുക അല്ലെങ്കിൽ നഖം കടിക്കുക അല്ലെങ്കിൽ വാ തുറന്നു വെച്ച് ഉറങ്ങുക, പല്ലിറുമുക പോലെയുള്ള ഹാബിറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാബിറ്റ് ബ്രേക്കർ എന്ന് പറയുന്ന അപ്ലയൻസുകളുണ്ട്. അപ്പോൾ അത് കൊടുത്ത് നമ്മളത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി മെച്ചുവർ ആകുമ്പോഴത്തേക്കും മറ്റ് ഫർദർ ആയിട്ടുള്ള ഡെൻ്റൽ ആൻഡ് മൊത്തം സ്കെലറ്റൽ ആയിട്ടുള്ള പ്രോബ്ലംസിലോട്ട് പോകുന്നത് നമുക്ക് തടയാൻ പറ്റും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ ദന്തക്ഷയം കൂടുതലായിട്ട് കാണുന്നുണ്ട് കുട്ടികളിൽ. അതിൻ്റെ ഒരു കാരണം ഇൻ ബിറ്റ്വീൻ മീൽ സ്നാക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ വളരെ സ്വാഗതാർഹമായിട്ടൊരു തീരുമാനമാണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു വാട്ടർ ബെല്ലെന്ന് പറയും, ജലമണി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് അത് വെള്ളത്തിൻ്റെ ആ ഒരു ഡീഹൈഡ്രേഷനൊക്കെ ഒഴിവാക്കാനായിട്ടാണ്. ബാക്കി നമുക്ക് മൊത്തത്തിൽ കുട്ടികളുടെ വെള്ളം കൂടി കുറയുന്നുണ്ട് ഈ ഒരു ചൂട് കാലത്തൊക്കെ. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു നിശ്ചിതമായിട്ടുള്ള സമയത്ത് മണി അടിക്കുമ്പോഴത്തേക്കും എല്ലാ കുട്ടികളും സ്കൂളിൽ ആ സമയത്ത് ബോട്ടിലിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അത് നല്ലൊരു രീതിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബോട്ടിലിൽ വെള്ളം കൊടുത്തു വിടുമ്പോൾ വലിയ വാവട്ടമുള്ള ബോട്ടിൽ കൊടുത്തു വിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ സ്നാക്സ് ഒക്കെ കഴിച്ചാൽ സ്നാക്സ് കഴിവതും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടിപ്പിടിക്കുന്ന ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. അപ്പോൾ ഈ വെള്ളം കൊടുക്കുമ്പോൾ വലിയ വാവട്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊക്കി ഒഴിച്ച് കുടിക്കുമ്പോഴത്തേക്കും ആ പല്ലിലിരിക്കുന്ന സാധനങ്ങൾ കൂടി വയറിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ സിപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ചെറിയ വാവട്ടമുള്ള ബോട്ടിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് കുറച്ചുകൂടെ നേരം അവിടെ തങ്ങി നിന്നിട്ട് കൂടുതലായിട്ട് പല്ലിന് പ്രശ്നമുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ്. ശരി സർ. അവസാനത്തെ ചോദ്യം. പുതിയ സാങ്കേതിക വിദ്യകൾ എല്ലാ മേഖലയിലും വളരെ ഇൻക്ലൂഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും AI. അതെ അതെ. അപ്പോൾ ഈ ഡെൻറ്റിസ്റ്റ് മേഖലയിൽ AI ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? ഇതുവരെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? AI കാരണം ആക്ച്വലി നമുക്ക് ഒരു പോസിറ്റീവ് എഫക്റ്റ് ആണോ ഉണ്ടാവുന്നത്, അതോ അതിനെന്തെങ്കിലും നെഗറ്റീവ് വശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു മേഖലയിലും പറഞ്ഞു വരുന്നത് പോലെ തന്നെ ഈ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു കടന്നുകയറ്റം എല്ലാ മേഖലയിലും വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമായൊരു മാറ്റം തന്നെയാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു 2024 നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചില ഏരിയാസിൽ അതിൻ്റെ ഒരു ഉപയോഗം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും ചില നമ്മുടെ ഓറൽ ക്യാൻസർ അതിൻ്റെ നിർണ്ണയത്തിൽ അല്ലെങ്കിൽ ദന്തക്ഷയത്തിൻ്റെ നിർണ്ണയത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതോടെ തന്നെ പേഷ്യൻ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ കോവിഡ് സമയത്തുമൊക്കെ നമ്മൾ ഒരുപാട് രോഗികളുമായിട്ട് സംവേദിച്ചുകൊണ്ടിരുന്നത് ടെലിമെഡിസിൻ അല്ലെങ്കിൽ ടെലി ഡെൻറ്റിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോണിൽ കൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നമുക്കൊരു വീഡിയോ കോൺഫറൻസിങ് ഒക്കെ ടെലി കോൺഫറൻസിങ് ഒക്കെ പോസിബിൾ ആയിട്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ രോഗികളുമായിട്ട് സംവേദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഹോസ്പിറ്റൽസിലും ഈ ഒരു സിസ്റ്റം തന്നെ വീണ്ടും തുടരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചാറ്റ് ബോട്ടുകളുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് രോഗികളുമായിട്ട് ചില ആശയങ്ങൾ പങ്കുവയ്ക്കാനും ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ക്യാൻസറിൻ്റെ പ്രാരംഭമായിട്ട് നമ്മൾ പറയും പൂർവാർബുദ അവസ്ഥകളെന്ന് പറയും. അതായത് ക്യാൻസറിന് മുന്നോടിയായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിന് മുന്നോടിയായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏർലി സ്റ്റേജിൽ തന്നെ അതിൻ്റെ ഒരു പ്രാരംഭ ദശയിൽ തന്നെ നിർണ്ണയിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ചില ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ചില എക്സ്റേസ് അപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിപ്പോൾ AI ടൂൾസ് യൂസ് ചെയ്യാം. അവിടെ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് CNN എന്ന് പറയാറുണ്ട്. അതായത് കൺവല്യൂട്ടഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയും, അല്ലെങ്കിൽ സങ്കീർണ നാഡി ശൃംഖലകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് അതിന് യൂസ് ചെയ്യാൻ തക്ക രീതിയിൽ നമ്മുടെ ഡെൻ്റൽ ഡേറ്റയെ നമ്മൾ പ്രീ കോഡ് ചെയ്ത് വെക്കണം. അതായത് ഈ AIക്ക് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള രീതിയിൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഡേറ്റാ ബേസിനെ കുറച്ചുകൂടി നമ്മളൊന്ന് മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില സമയം എടുക്കുന്നുണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് പലരും ചോദിക്കുന്നതാണ് പല ഫീൽഡിലും നമ്മളിത് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരെ റീപ്ലേസ് ചെയ്യുമോ? തീർച്ചയായിട്ടും റീപ്ലേസ് ചെയ്യുക എന്നുള്ളതല്ല, അതിനൊരു അഡ്ജങ്ക്റ്റ് ആയിട്ട് നമുക്കൊരു സഹായിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ 2030 എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിയെക്കുറിച്ച് അവെയർ ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ AI അല്ലെങ്കിൽ ഇത്തരം ചാറ്റ് GPT പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചാറ്റ് ബോട്ടുകൾ വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു റേസിൽ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ചിലപ്പോൾ ഒരു പിന്നോക്കം പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടുതൽ പുതിയ വാതായനങ്ങൾ തുറക്കാനായിട്ട് തീർച്ചയായിട്ടും
നിർമ്മിത ബുദ്ധി സഹായിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ. അപ്പോൾ വളരെ നന്ദി സാർ. ഈ നാഷണൽ ഡെന്റിസ്റ്റ് ഡേയിൽ നമുക്കൊപ്പം ഇത്ര സമയം ചെലവഴിച്ചതിനും ഈ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളോട് പങ്കുവച്ചതിനും താങ്ക് യു.